ഇയ്യോബ്, നീതിമാനുമേൽ പിശാചിന് അധികാരമോ? പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥ വിശുദ്ധ വേദപുസ്തകത്തിലെ 18-ാമത്തെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കാവ്യ പുസ്തകങ്ങളിൽ ഒന്നാമത്തേതായ ഇയ്യോബ് ബൈബിളിലെ 18-ാമത്തെ പുസ്തകമാണ്. നീതിമാനായ ഇയ്യോബിന്റെ കഥ എഴുതാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് ഇയ്യോബിനെ തന്നെയാണോ അതോ വേറെ ആരെയെങ്കിലുമാണോ എന്നതും അതെഴുതിയ കാലവും ഇന്നും മറഞ്ഞു കിടക്കുന്നു. ദൈവം എഴുതാൻ ഉപയോഗിച്ച പേന ഏതാണെന്നറിയില്ല എങ്കിലും എഴുത്തുകാരൻ ദൈവം തന്നെ ആയതിനാൽ നമുക്ക് വേഗത്തിൽ കഥയിലേക്ക് കടക്കാം. ഊസ് എന്ന ദേശത്ത് താമസിച്ചിരുന്ന വളരെ ധനവാനും ദൈവഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബ് ജീവിച്ചിരുന്ന കാലം ഏതാണെന്നോ ആരുടെ മകനായിട്ട് ജനിച്ചുവെന്നോ ബൈബിൾ വ്യക്തമാക്കുന്നില്ല. കണക്കുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇയ്യോബ് നോഹയ്ക്ക് ശേഷവും അബ്രഹാമിന് മുമ്പുമുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് അനുമാനിക്കുന്നു. ജലപ്രളയത്തിനും അബ്രഹാമിന്റെ ജനനത്തിനും ഇടയിൽ ഏകദേശം 290 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ കാലഘട്ടത്തിലാവാം ഇയ്യോബ് ജീവിച്ചിരുന്നത് എന്ന അനുമാനത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഇവയൊക്കെയാണ്. ജലപ്രളയത്തിനു ശേഷം മനുഷ്യന്റെ ആയുഷ്കാലം ക്രമേണ കുറഞ്ഞു വന്നിരുന്നു. ഇയ്യോബിന്റെ ആയുഷ്കാലം രണ്ടാമത്തെ പാതി തന്നെ 140 വർഷം ആണ്. അപ്പോൾ ആകെ ആയുഷ്കാലം അബ്രഹാമിനേക്കാൾ ഒരിത്തിരി കൂടുതലാണ്. അതുമാത്രവുമല്ല, ഇയ്യോബിന്റെ കഥയിൽ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന പ്രസ്താവന നമ്മൾ കാണുന്നില്ല. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇയ്യോബിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. അവൻ കിഴക്ക് ദേശത്തുള്ളവരിൽ വെച്ച് ഏറ്റവും ധനികനായിരുന്നു. അവന്റെ സമ്പത്തിൽ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതകളും അടങ്ങുന്ന വലിയ ഒരു മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഏറ്റവും വലിയ ദാസജനവും അവനുണ്ടായിരുന്നു. ഇയ്യോബിന്റെ ദൈവഭക്തിയുടെ ആഴം വളരെ വലുതായിരുന്നു. അവന്റെ മക്കൾ വർഷത്തിൽ പലതവണ ഒന്നിച്ചുകൂടി ആനന്ദിക്കുക പതിവായിരുന്നു. എന്നാൽ ആ നാളുകൾക്കൊടുവിൽ ഇയ്യോബ് തൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിരിക്കുമോ എന്ന് പറഞ്ഞ് അവരെ ആളയച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നു. ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. സാത്താനെ കണ്ട യഹോവ അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലൊന്ന് ചുറ്റിക്കറങ്ങി വരികയാണെന്ന് സാത്താൻ മറുപടിയും പറഞ്ഞു. ആഹാ, എന്നിട്ട് എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ അവിടെ കണ്ടായിരുന്നോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ വേറെ ആരുമില്ലല്ലോ എന്ന ദൈവത്തിന്റെ അടുത്ത പ്രസ്താവന പെട്ടെന്ന് തന്നെ വന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ സാത്താനും തയ്യാറായില്ല. വെറുതെയോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടി അവനെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയല്ലേ? തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്ടു നോക്ക്. നിന്റെ മുഖത്ത് നോക്കി അവൻ നിന്നെ തള്ളിപ്പറയും എന്ന് സാത്താൻ വെല്ലുവിളിച്ചു. എന്നാൽ ദൈവത്തിന് ഇയ്യോബിന്റെ ദൈവഭക്തിയിൽ നല്ല വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയ്യോബിന്റെ ദൈവഭക്തിയെ പരീക്ഷിച്ചറിയാൻ ദൈവം സാത്താന് അനുവാദം കൊടുത്തു. ഇയ്യോബിനുള്ളതൊക്കെയും തൊടാൻ ദൈവം സാത്താന് അധികാരം നൽകി. അനുവാദം ലഭിച്ച സാത്താൻ ഒട്ടും സമയം കളയാതെ തന്റെ ജോലിയിൽ ഏർപ്പെട്ടു. അവൻ ആദ്യം കൈവച്ചത് ഇയ്യോബിനുണ്ടായിരുന്ന മൃഗസമ്പത്തിനെയും അവരെ പരിപാലിച്ചിരുന്ന വേലക്കാരെയും ആയിരുന്നു.
അവരെല്ലാവരും ശത്രുക്കളുടെ കൈകൊണ്ടും ആകാശത്തിൽ നിന്ന് തീയിറങ്ങിയുമൊക്കെയായി നശിച്ചുപോയി. ആ ദിവസത്തിൽ തന്നെ ഇയ്യോബിന്റെ മക്കൾ പതിവ് പോലെ മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ആഘോഷത്തിനെത്തി. സാത്താന്റെ കൈ അന്ന് തന്നെ അവരുടെ മേലും വീണു. അവൻ മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് അവരിരുന്ന വീടിന്റെ 4 മൂലയ്ക്കും അടുപ്പിച്ചു. ആ വീട് ഇയ്യോബിന്റെ മക്കളുടെ മേൽ തകർന്നു വീണു. അവരെല്ലാവരും മരിച്ചുപോയി. ഈ വാർത്തകളെല്ലാം ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരേ ദിവസത്തിൽ ഇയ്യോബിന്റെ ചെവിയിലെത്തി. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. എന്നാൽ അപ്പോഴും പരാജയം സമ്മതിക്കാൻ മനസ്സു വരാത്ത സാത്താൻ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ചെന്നു. സാത്താനെ കണ്ട് ദൈവം അവനോട് പഴയ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ചു. ആദ്യ പരീക്ഷയിൽ വിജയിച്ച ഇയ്യോബിനെ കണ്ട ദൈവത്തിന് അവനെ വെറുതെ പിശാചിന് പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തല്ലോ എന്നോർത്ത് പ്രയാസം തോന്നി. എന്നാൽ തോൽവി സമ്മതിക്കാൻ മനസ്സു വരാതിരുന്ന പിശാച് വീണ്ടും ഇയ്യോബിനെ പരീക്ഷിക്കാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. സ്വന്തം ജീവനേക്കാൾ അധികമായി ഒരു മനുഷ്യൻ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പിശാച് അത് തന്നെ അനുവാദമായി അപേക്ഷിച്ചു. പിശാചിന്റെ ആ അപേക്ഷയും ദൈവം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഇയ്യോബിന്റെ പ്രാണനൊഴികെ അവന്റെ ശരീരത്തിൽ ഏതു വിധേനയും ബാധിക്കുവാനുള്ള അനുവാദം പിശാചിന് ലഭിച്ചു. തുടർന്ന് സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിന്റെ അടുത്ത് ചെന്നു. ഇയ്യോബിനെ അവൻ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഇയ്യോബിനുള്ള സകലത്തെയും നശിപ്പിക്കുകയും അവന്റെ ശരീരത്തെ ബാധിക്കുകയും ചെയ്ത പിശാച് തൊടാതെ വെച്ച മറ്റൊന്ന് ഇയ്യോബിന് സ്വന്തമായി ഉണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ ഭാര്യ തന്നെയായിരുന്നു. ഇയ്യോബിനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവന്റെ ഭാര്യ ഒരു നല്ല ആയുധമാണെന്ന് പിശാച് തിരിച്ചറിഞ്ഞിരുന്നു. ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ച് കണ്ടാൽ അറപ്പ് തോന്നുന്ന ഇയ്യോബിനെ അവന്റെ ഭാര്യയും വെറുത്തു. ഇനിയും തന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കാതെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയാൻ അവൾ അവനെ ഉപദേശിച്ചു. എന്നാൽ ഇയ്യോബിന്റെ ദൈവഭക്തി വളരെ വലുതായിരുന്നു. ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്ന നാം അവനിൽ നിന്ന് തിന്മ കൈക്കൊള്ളുന്നത് എന്ത് പ്രയാസമാണ് എന്ന് ഇയ്യോബ് തന്റെ ഭാര്യയോട് തിരിച്ചു ചോദിച്ചു. തുടർന്ന് ഇയ്യോബിനെ അവന്റെ ദൈവഭക്തിയിൽ നിന്ന് മാറ്റുന്നത് പ്രയാസം എന്ന് മനസ്സിലാക്കിയ ഭാര്യ അവനെ വിട്ട് പിന്മാറി. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് കരുതി ഒറ്റ ദിവസത്തിൽ ഇയ്യോബിന്റെ പരീക്ഷ അവസാനിച്ചിരുന്നില്ല. അങ്ങനെ ഇയ്യോബ് തന്റെ പ്രയാസങ്ങളിൽ തന്റെ പരുക്കൾ ചുരണ്ടിയും ചാരത്തിൽ ഇരുന്നു കൊണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെയിരിക്കെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ അവന് ഈ കഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് കേട്ടിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ദൂരത്ത് നിന്ന് ഇയ്യോബിനെ കണ്ട അവന്റെ സുഹൃത്തുക്കൾക്ക് അവനെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. ഇയ്യോബിന്റെ പ്രയാസം അതികഠിനം എന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 ദിവസം രാത്രിയും പകലും അവനോടുകൂടെ നിലത്തിരുന്നു. പിന്നെ തനിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന ഇയ്യോബ് തന്റെ വായ് തുറന്ന് താൻ ജനിച്ച ദിവസത്തെ ശപിച്ചു. പക്ഷേ ഇയ്യോബ് സ്വയം നീതിമാൻ എന്ന രീതിയിൽ സംസാരിച്ചത് അവന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല.
നിർദോഷിയായിരുന്നിട്ട് നശിച്ചു പോയവരോ നേരോടെ നടന്നിട്ട് മുടിഞ്ഞു പോയിട്ടുള്ളവരോ ആരുമില്ല എന്നവർ പറഞ്ഞു. ഇയ്യോബ് ചെയ്ത പാപങ്ങളുടെ ഫലം തന്നെയാണ് അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നവർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആശ്വസിപ്പിക്കാൻ വന്ന ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ അവനെ അധികം വേദനിപ്പിച്ചു. ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ അവനോട് എങ്ങനെയൊക്കെ വാദിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാരും അവനോട് വാദിക്കുന്നത് പിന്നീട് മതിയാക്കി. എന്നാൽ ഈ 3 സുഹൃത്തുക്കളും ഇയ്യോബിനോട് സംസാരിക്കുന്നത് മതിയാക്കി എന്ന് മനസ്സിലാക്കിയ പിന്നീട് വന്ന മറ്റൊരു സുഹൃത്തായ എലീഹു ഇയ്യോബിനോട് സംസാരിക്കാൻ എഴുന്നേറ്റു. അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും പ്രായത്തിൽ ചെറിയവനായിരുന്നു. ഇയ്യോബ് സ്വയം നീതിമാനാവാൻ ശ്രമിച്ചത് അവനെയും കോപിപ്പിച്ചു. മനുഷ്യൻ എത്ര നീതിമാനാവാൻ ശ്രമിച്ചാലും അത് ദൈവത്തിന്റെ നീതിക്ക് തുല്യമാവില്ല എന്നവൻ പറഞ്ഞു. അത് മാത്രവുമല്ല, അവൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെയും ദൈവത്തിന്റെ മഹത്വത്തെയും ഇയ്യോബിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു നൽകി. തുടർന്ന് ഈ സമയം വരെയും ഇയ്യോബിന്റെ കഷ്ടങ്ങളൊക്കെ കാണുകയും അവിടെ നടന്ന വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടും മിണ്ടാതിരുന്ന വേറൊരാളുണ്ട്, സർവശക്തനായ ദൈവം തന്നെ. ഇപ്പോൾ ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. ദൈവം ഇയ്യോബിനോട് അവന്റെ ഈ കഷ്ടങ്ങളുടെ കാരണങ്ങൾ ഒന്നും പറഞ്ഞില്ല. പകരം ദൈവം താൻ സൃഷ്ടിച്ച പലതിലും മനുഷ്യന് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എന്ന് അവനെ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇയ്യോബ് തന്റെ വായ് പൊത്തി. ദൈവത്തിന്റെ മുമ്പിൽ താൻ എത്രമാത്രം ചെറുതാണ് എന്നവൻ മനസ്സിലാക്കി. തുടർന്ന് യഹോവ ഇയ്യോബിന്റെ സ്നേഹിതനായ എലീഫസിനോടും സംസാരിച്ചു. അതിനുശേഷം അവർ യഹോവയുടെ കൽപ്പന പ്രകാരം തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചു. കൂടെ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി അവന് മുമ്പുണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി തിരിച്ചു നൽകി. അങ്ങനെ ഇയ്യോബിന്റെ കഷ്ടകാലത്ത് അവനിൽ നിന്ന് അകന്നുപോയ അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും പരിചയക്കാരും അവന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും വീണ്ടും ജനിച്ചു. ഇയ്യോബിന് ദൈവം സകലവും മടക്കി നൽകിയതിന് ശേഷം അവൻ 140 വർഷം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറ വരെയും കണ്ടു. തുടർന്ന് ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അങ്ങനെ നീതിമാനായ ഇയ്യോബിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. കഷ്ടങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാതെ നിന്ന ഇയ്യോബിന്റെ കഥ നമുക്കും ഒരു മാതൃകയാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.